നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഗസ മുനമ്പിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതി അവതരിപ്പിച്ചുകൊണ്ട് ട്രംപ് പറഞ്ഞു, സമാധാനപരമായി ഇത്തരമൊരു പദ്ധതി അവതരിപ്പിക്കാനും അത് പൂർത്തിയാക്കാനും ഞങ്ങൾ എല്ലാവർക്കും അവസരം നൽകുന്നു. എന്നാൽ ഹമാസ് ഈ പദ്ധതി നിരാകരിച്ചാൽ ഇതിൻ്റെ ഭവിഷ്യത്ത് ഭയാനകമായിരിക്കും. ആ ജോലി പിന്നീട് പൂർത്തിയാക്കാൻ ഞങ്ങൾ ഇസ്രായേലിനോട് പറയും. അമേരിക്ക അതിന് പൂർണ്ണ പിന്തുണ നൽകും. നിങ്ങളെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങളെ ശപിക്കുന്നവർ ശപിക്കപ്പെടും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അതാണ് എന്ന് നെതന്യാഹു. ഏതൊരു പ്രായോഗിക സമാധാന നിർദ്ദേശവും 3 വിഷയങ്ങൾ അഭിസംബോധന ചെയ്യുന്നു. ട്രംപ് മുന്നോട്ട് വെച്ച ഈ പദ്ധതിയും 3 അടിസ്ഥാന വിഷയങ്ങളാണ് സംബോധന ചെയ്യുന്നത്. ജീവൻ എങ്ങനെ രക്ഷിക്കും? നാളെ ഗാസ ആര് ഭരിക്കും? ഭീകരത തിരിച്ചു വരുന്നത് എങ്ങനെ തടയും? ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് ട്രംപ് മുന്നോട്ട് വെച്ച 20 പദ്ധതി. ഇസ്രായേൽ ഈ കരാർ അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ധുക്കളെയും ജീവനോടെയും മരിച്ചവരായാലും അവരെ വിട്ടയക്കണമെന്ന് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നു. ഇതൊരു അവ്യക്തമായ അഭിലാഷമല്ല, മറിച്ച് ഉറച്ച ചുവടുവയ്പ്പാണ്. ഇസ്രായേലിന്റെ സുരക്ഷ നിലനിർത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇത്തരമൊരു പദ്ധതി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു. തൊട്ടു പിന്നാലെ നെതന്യാഹു പദ്ധതിയെ പൂർണ്ണമായി അംഗീകരിച്ചു. ലോകത്തിലെ മിക്ക അറബ് രാജ്യങ്ങളും ഈ പദ്ധതി അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നു. ഹമാസ് പൂർണ്ണമായും ഒറ്റപ്പെടുന്ന കാഴ്ച. ഈ പദ്ധതിക്കായി പ്രവർത്തിച്ച ഒട്ടനവധി വ്യക്തിത്വങ്ങളുണ്ട് എന്ന് ട്രംപ് നെതന്യാഹുവിനോട് പറയുന്നു. ലോകം ഉറ്റുനോക്കുന്ന ആ 20 പദ്ധതിയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ. അക്കമിട്ട് തന്നെ നമുക്ക് ആ പദ്ധതിയിലൂടെ ഒന്ന് കണ്ണോടിക്കാം. ട്രംപിന്റെ നിർദ്ദേശം അഥവാ 20 പദ്ധതി അക്ഷരാർത്ഥത്തിൽ ഇങ്ങനെയാണ്. 1. ഗാസ ഒരു തീവ്രവാദ വിമുക്ത മേഖലയായിരിക്കും, അയൽക്കാർക്ക് ഒരു ഭീഷണിയാവില്ല. 2. ആവശ്യത്തിലധികം ദുരിതമനുഭവിച്ച ഗസയിലെ ജനങ്ങളുടെ പ്രയോജനത്തിനായി ഗസ പുനർവികസിപ്പിക്കും. 3. ഈ നിർദ്ദേശം ഇരുപക്ഷവും അംഗീകരിച്ചാൽ യുദ്ധം ഉടനടി അവസാനിക്കും. ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള തയ്യാറെടുപ്പിനായി ഇസ്രായേൽ സൈന്യം സമ്മതിച്ച നിരയിലേക്ക് പിൻവാങ്ങും. ഈ സമയത്ത് വ്യോമാക്രമണവും പീരങ്കി ആക്രമണവും ഉൾപ്പെടെയുള്ള എല്ലാ സൈനിക നടപടികളും താൽക്കാലികമായി നിർത്തിവെക്കും. കൂടാതെ ഘട്ടം ഘട്ടമായി പൂർണ്ണമായി പിൻവലിക്കാനുള്ള വ്യവസ്ഥകൾ പാലിക്കുന്നതുവരെ യുദ്ധരേഖകൾ മരവിപ്പിച്ചിരിക്കും. 4. ഇസ്രായേലി കരാർ പരസ്യമായി അംഗീകരിച്ച് 72 മണിക്കൂറിനുള്ളിൽ എല്ലാ ബന്ദികളെയും ജീവനോടെയും മരിച്ചുപോയവരെയും തിരികെ കൊണ്ടുവരണം. 5. എല്ലാ ബന്ദികളെയും വിട്ടുകഴിഞ്ഞാൽ 250 ജീവപര്യന്തം തടവുകാരെയും 2023 ഒക്ടോബർ 7 ശേഷം തടവിലാക്കപ്പെട്ട 1700 ഗാസക്കാരെയും ഇസ്രായേൽ വിട്ടയക്കും. ആ സാഹചര്യത്തിൽ തടവിലാക്കപ്പെട്ട എല്ലാ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഓരോ ഇസ്രായേലി ബന്ദിയുടെയും ഭൗതികാവശിഷ്ടങ്ങൾ മോചിപ്പിക്കുമ്പോൾ മരിച്ച 15 ഗാസക്കാരുടെ ഭൗതികാവശിഷ്ടങ്ങൾ ഇസ്രായേൽ വിട്ടുകൊടുക്കും. 6. എല്ലാ ബന്ദികളെയും തിരിച്ചെത്തിച്ചു കഴിഞ്ഞാൽ സമാധാനപരമായ സഹവർത്തിത്വത്തിനും ആയുധങ്ങൾ പിൻവലിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധരായ ഹമാസ് അംഗങ്ങൾക്ക് പൊതുമാപ്പ് നൽകും. ഗാസ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഹമാസ് പോരാളികൾക്ക് ആതിഥേയ രാജ്യങ്ങളിലേക്ക് സുരക്ഷിതമായി കടന്നുപോകാനുള്ള പാതയൊരുക്കും. 7. ഈ കരാർ അംഗീകരിച്ചു കഴിഞ്ഞാൽ മുഴുവൻ സഹായവും ഗാസ മുനമ്പിലേക്ക് ഉടനടി അയക്കും. കുറഞ്ഞ സഹായത്തിൻ്റെ അളവുകൾ 2025 ജനുവരി 19 മാനുഷിക സഹായത്തെക്കുറിച്ചുള്ള കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനോട് പൊരുത്തപ്പെടും. അടിസ്ഥാന സൗകര്യങ്ങളുടെ പുനർനിർമ്മാണം, വെള്ളം, വൈദ്യുതി, മലിനജലം, ആശുപത്രികളുടെയും ബേക്കറികളുടെയും പുനരധിവാസം, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും തുറന്ന റോഡുകൾ തുറക്കുന്നതിനും ആവശ്യമായ ഉപകരണങ്ങളുടെ പ്രവേശനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. 8. ഗാസ മുനമ്പിൽ വിതരണത്തിനും സഹായത്തിനുമുള്ള പ്രവേശനം ഇരു കക്ഷികളുടെയും ഇടപെടലുകളില്ലാതെ ഐക്യരാഷ്ട്രസഭയും അതിൻ്റെ ഏജൻസികളും റെഡ് ക്രസൻറ്റ് വഴിയും ഇരു കക്ഷികളുമായും ഒരു തരത്തിലും ബന്ധമില്ലാത്ത മറ്റ് അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾ വഴിയും നടക്കും. 2025 ജനുവരി 19 കരാറിന് കീഴിൽ നടപ്പിലാക്കിയ അതേ സംവിധാനത്തിന് വിധേയമായിരിക്കും ഈ 2 ദിശകളിലേക്കും റഫ ക്രോസിംഗ് തുറക്കുന്നത്. 9. ഗസയിലെ ജനങ്ങൾക്ക് പൊതുസേവനത്തിലൂടെയും മുനിസിപ്പാലിറ്റികളിലൂടെയും ദൈനംദിന നടത്തിപ്പ് ഉറപ്പാക്കുന്നതിന് ഉത്തരവാദിത്തമുള്ള ഒരു സാങ്കേതിക രാഷ്ട്രീയതര പലസ്തീൻ കമ്മിറ്റിയുടെ താൽക്കാലിക പരിവർത്തന ഭരണത്തിന് കീഴിലായിരിക്കും ഗാസ ഭരിക്കപ്പെടുക. പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് നേതൃത്വം നൽകുകയും അധ്യക്ഷനാവുകയും ചെയ്യും. പുതിയ അന്താരാഷ്ട്ര പരിവർത്തന സംഘടനയായ ബോർഡ് ഓഫ് പീസ് ഇതിന് മേൽനോട്ടം വഹിക്കും. മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ ഉൾപ്പെടെയുള്ള മറ്റംഗങ്ങളും രാഷ്ട്രത്തലവന്മാരും കൂടുതൽ വിശിഷ്ട വ്യക്തികളെയും ഈ ബോർഡിലേക്ക് പ്രഖ്യാപിക്കപ്പെടും. 2020 ട്രംപിന്റെ സമാധാന പദ്ധതി, സൗദി ഫ്രഞ്ച് നിർദ്ദേശം എന്നിവയുൾപ്പെടെ വിവിധ നിർദ്ദേശങ്ങളിൽ വച്ചിരിക്കുന്നത് പോലെ
പലസ്തീൻ അതോറിറ്റി അതിൻ്റെ പരിഷ്കരണ പരിപാടി പൂർത്തിയാക്കുന്നതുവരെ ഗാസയുടെ പുനർവികസനത്തിനുള്ള ചട്ടക്കൂട് സ്ഥാപിക്കുകയും ധനസഹായം കൈകാര്യം ചെയ്യുകയും ചെയ്യും. ഗസയിലെ ജനങ്ങളെ സേവിക്കും, നിക്ഷേപം ആകർഷിക്കുന്നതിന് സഹായമായ ആധുനികവും കാര്യക്ഷമവുമായ ഭരണം സൃഷ്ടിക്കും. ഈ സംഘടന മികച്ച അന്താരാഷ്ട്ര ബന്ധങ്ങൾ സൂക്ഷിക്കും ആവശ്യപ്പെടും. 10ാമത്തെ പോയിന്റിൽ പറയുന്നത് ഇങ്ങനെ: ഗാസയെ പുനർനിർമ്മിക്കാനും ഊർജ്ജസ്വലമാക്കാനുമുള്ള ഒരു ട്രംപ് സാമ്പത്തിക വികസന പദ്ധതി. മിഡിൽ ഈസ്റ്റിലെ ചില ആധുനിക അത്ഭുത നഗരങ്ങൾക്ക് ജന്മം നൽകാൻ സഹായിച്ച വിദഗ്ധരുടെ ഒരു പാനൽ വിളിച്ചുകൂട്ടി സൃഷ്ടിക്കും. നിരവധി ചിന്തനീയമായ നിക്ഷേപ നിർദ്ദേശങ്ങളും ആവേശകരമായ വികസനാശയങ്ങളും നല്ല ഉദ്ദേശവുമുള്ള അന്താരാഷ്ട്ര ഗ്രൂപ്പുകൾ തയ്യാറാക്കും ഈ പദ്ധതി. ഭാവിയിലെ ഗാസയ്ക്ക് വേണ്ട തൊഴിലവസരങ്ങളും പ്രതീക്ഷയും സൃഷ്ടിക്കുന്ന നിക്ഷേപങ്ങളെ ആകർഷിക്കുന്നതിന് സുഗമമാക്കാൻ സുരക്ഷാ ഭരണ ചട്ടക്കൂടുകൾ സമന്വയിപ്പിക്കും. 11 പങ്കെടുക്കുന്ന രാജ്യങ്ങളുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നതിന് അനുയോജ്യമായ താരിഫ് ആക്സസ് നിരക്കുകളുള്ള ഒരു പ്രത്യേക സാമ്പത്തിക മേഖല സ്ഥാപിക്കും. 12 ഗസ വിട്ടുപോകാൻ ഞങ്ങൾ ആരെയും നിർബന്ധിക്കില്ല. പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാനും സ്വതന്ത്രമായി മടങ്ങാനും കഴിയും. ആളുകളെ അവിടെ താമസിപ്പിക്കാൻ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും മെച്ചപ്പെട്ട ഗാസ കെട്ടിപ്പടുക്കുന്നതിനുള്ള അവസരം നൽകുകയും ചെയ്യും. 13 ഗസയുടെ ഭരണത്തിൽ നേരിട്ടോ അല്ലാതെയോ ഏതെങ്കിലും രൂപത്തിൽ ഒരു പങ്കും വഹിക്കില്ല ഹമാസും മറ്റ് വിഭാഗങ്ങളും എന്ന് സമ്മതിക്കണം. തുരങ്കങ്ങളും ആയുധ നിർമ്മാണ സൗകര്യങ്ങളും ഉൾപ്പെടെ എല്ലാ സൈനിക ഭീകര ആക്രമണ അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെട്ടിരിക്കും. പുനർനിർമ്മിക്കില്ല. സ്വതന്ത്ര നിരീക്ഷകരുടെ മേൽനോട്ടത്തിൽ ഗാസയെ സൈനികവൽക്കരിക്കുന്ന ഒരു പ്രക്രിയ നടക്കും. അതിൽ സംബന്ധിച്ച ഡീകമ്മീഷൻ പ്രക്രിയയിലൂടെ ഉപയോഗത്തിനപ്പുറം ആയുധങ്ങൾ സ്ഥിരമായി സ്ഥാപിക്കുന്നതിനും അന്താരാഷ്ട്ര തലത്തിൽ ധനസഹായത്തോടെയുള്ള ഒരു തിരികെ വാങ്ങൽ പുനഃസംയോജന പരിപാടിയുടെ പിന്തുണയും ഉൾപ്പെടുന്നു. ഇതെല്ലാം സ്വതന്ത്ര നിരീക്ഷകർ പരിശോധിക്കും. സമ്പന്നമായ ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കും. അയൽക്കാരുമായി സമാധാനപരമായ സഹവർത്തിത്വം ഉറപ്പുവരുത്തും. ഇതിനൊക്കെ ഗാസ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധമായിരിക്കും. 14 ഹമാസും വിഭാഗങ്ങളും അവരുടെ കടമകൾ പാലിക്കുമെന്നും ന്യൂ ഗാസ അയൽക്കാർക്കോ ജനങ്ങൾക്കോ യാതൊരു വിധത്തിലും ഭീഷണിയായി മാറില്ലെന്നും ഉറപ്പാക്കാൻ പ്രാദേശിക പങ്കാളികൾ ഒരു ഗ്യാരണ്ടി നൽകും. 15 ഗസയിൽ ഉടനടി വിന്യസിക്കുന്നതിനായി ഒരു താൽക്കാലിക ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ISF വികസിപ്പിക്കുന്നതിന് അമേരിക്ക അറബ് അന്താരാഷ്ട്ര പങ്കാളികളുമായി സഹകരിക്കും. ഗസയിലുള്ള പലസ്തീൻ പോലീസ് സേനകൾക്ക് ISF പരിശീലനം നൽകും, പിന്തുണ നൽകും. കൂടാതെ ഈ മേഖലയിൽ വിപുലമായ പരിചയസമ്പന്നരായ ജോർദാനുമായും ഈജിപ്തുമായും കൂടിയാലോചനകൾ നടത്തും. ഈ സേന ദീർഘകാല ആഭ്യന്തര സുരക്ഷാ പരിഹാരമായി അവിടെ ഉണ്ടാകും. പുതുതായി പരിശീലനം സിദ്ധിച്ച പലസ്തീൻ പോലീസ് സേനയ്ക്കൊപ്പം അതിർത്തി പ്രദേശങ്ങൾ സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നതിന് ISF ഇസ്രയേലുമായും ഈജിപ്തുമായും സഹകരിക്കും. ഗസയിലേക്ക് മറ്റ് യുദ്ധോപകരണങ്ങൾ പ്രവേശിക്കുന്നത് തടയുകയും ഗസ പുനർനിർമ്മിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നതിന് ഈ ഫോഴ്സ് കൂടുതൽ പ്രതിജ്ഞാബദ്ധമായിരിക്കും. 16 ഇസ്രയേൽ ഗസ പിടിച്ചെടുക്കുകയോ കൂട്ടിച്ചേർക്കുകയോ ചെയ്യില്ല. ISF നിയന്ത്രണവും സ്ഥിരതയും സ്ഥാപിക്കുമ്പോൾ IDF ISF ഗ്യാരണ്ടർമാർ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവർ തമ്മിൽ അംഗീകരിക്കപ്പെടുന്ന സൈനികവൽക്കരണവുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങൾ, നാഴികക്കല്ലുകൾ, സമയപരിധികൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇസ്രയേൽ പ്രതിരോധ സേന പിന്മാറും. ഇസ്രയേലിനോ ഈജിപ്തിനോ ഇനി അതിൻ്റെ പൗരന്മാർക്കോ ഭീഷണിയില്ലാത്ത ഒരു സുരക്ഷിത ഗാസ എന്ന ലക്ഷ്യമാണ് മുന്നിലുള്ളത്. ഗസയിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങുന്നതുവരെ പരിവർത്തന അതോറിറ്റിയുമായി അവർ ഉണ്ടാക്കുന്ന ഒരു കരാർ അനുസരിച്ച് IDF അവർ കൈവശം വച്ചിരിക്കുന്ന ഗസ പ്രദേശം ക്രമേണ ISFന് കൈമാറും. ഗസ പുനരുജ്ജീവിപ്പിക്കുന്ന ഏതെങ്കിലും ഭീകര ഭീഷണിയിൽ നിന്ന് ശരിയായി സുരക്ഷിതമാകുന്നതുവരെ നിലനിൽക്കുന്ന ഒരു സുരക്ഷാ പരിധി സാന്നിധ്യമൊഴികെ IDFന്റെ കൂടുതൽ സാന്നിധ്യം ഒഴിവാക്കും. 17 ഹമാസ് ഈ നിർദ്ദേശം വൈകിപ്പിക്കുകയോ നിരസിക്കുകയോ ചെയ്താൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ സ്കെയിലപ്പ് സഹായ പ്രവർത്തനം ഉൾപ്പെടെ IDFൽ നിന്ന് ISFന് കൈമാറിയ ഭീകരതയില്ലാത്ത പ്രദേശങ്ങളിൽ തുടരും. 18 സമാധാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നേട്ടങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് പലസ്തീനികളുടെയും ഇസ്രായേലികളുടെയും മാനസികാവസ്ഥകളും വിവരണങ്ങളും മാറ്റാൻ ശ്രമിക്കുന്നതിനായി സഹിഷ്ണുതയുടെയും സമാധാനപരമായ സഹവർത്തിത്വത്തിൻ്റെയും മൂല്യങ്ങളെ അടിസ്ഥാനമാക്കി ഒരു മതാന്തര സംവാദ പ്രക്രിയ സ്ഥാപിക്കും. 19 ഗസ പുനർവികസനം പുരോഗമിക്കുമ്പോഴും പലസ്തീൻ ഭരണകൂടത്തിൻ്റെ പരിഷ്കരണ പരിപാടി വിശ്വസ്തയോടെ നടപ്പാക്കുമ്പോഴും പലസ്തീൻ ജനതയുടെ അഭിലാഷമായി നാം അംഗീകരിക്കുന്ന പലസ്തീൻ സ്വയം നിർണാവകാശത്തിലേക്കും രാഷ്ട്രത്വത്തിലേക്കും വിശ്വസനീയമായ ഒരു പാതയ്ക്കുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കും. 20ാമത്തെ പദ്ധതി ഇങ്ങനെ:
സമാധാനപരവും സമൃദ്ധവുമായ സഹവർത്തിത്വത്തിനായുള്ള ഒരു രാഷ്ട്രീയ ചക്രവാളത്തിൽ യോജിക്കുന്നതിനായി ഇസ്രയേലും പലസ്തീനികളും തമ്മിൽ ഒരു സംഭാഷണം അമേരിക്ക സ്ഥാപിക്കും. വ്യക്തമായൊരു പദ്ധതിയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ലോകത്തിന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇസ്രയേലും അറബ് രാജ്യങ്ങളുമൊക്കെ പദ്ധതി അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി മുന്നിലുള്ളത് ഹമാസിന് വെറും 72 മണിക്കൂറുകൾ മാത്രം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.